Namaskaram. So in the last class, we were dealing about the structure of prokaryotic cell. Cell, the unit of life in the chapter. Prokaryotic celluകളുടെ സ്ട്രക്ചറിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വന്നത്. പ്രോകാരിയോട്ടിക് സെല്ലിൻ്റെ പ്രത്യേകത വെൽ ബൗണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഇല്ല. മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള മറ്റ് സെൽ ഓർഗനൽസിൽ ഒന്നും തന്നെ സൈറ്റോപ്ലാസത്തിലില്ല. ആകെയുള്ള ഒരു സെൽ ഓർഗനൽ റൈബോസോമാണ്. ഇനി പ്രോകാരിയോട്ടിക് സെല്ലുകൾ പ്രധാനമായിട്ടും വരുന്ന ബാക്ടീരിയൽ സെല്ലിൻ്റെ സെൽ എൻവലപ്പിനെ കുറിച്ചും സെൽ വാളിൻ്റെ എക്സ്റ്റൻഷൻസ് ആയിട്ട് നമ്മൾ കണ്ട അവരെ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഫ്ലജല്ലം എന്ന സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ചു. മാത്രമല്ല ട്യൂബുലാർ എക്സ്റ്റൻഷൻസ്, വാളിൻ്റെ സെൽ വാളിൻ്റെ തന്നെ ട്യൂബുലാർ എക്സ്റ്റൻഷൻസ് ആയ പിലേ, ദാറ്റ് മീൻസ് അവരുടെ ബാക്ടീരിയൽ സെല്ലിൻ്റെ കോൺജുഗേഷൻ എന്ന പ്രോസസ്സ് അല്ലെങ്കിൽ DNA ജനറ്റിക് മെറ്റീരിയലിൻ്റെ ട്രാൻസ്ഫർ എന്ന പ്രോസസ്സിന് സഹായിക്കുന്ന പിലെ എന്ന സ്ട്രക്ചർ. അതുമാത്രമല്ല അവയിൽ കാണുന്ന ഫിംബ്രിയെ, അതായത് ഹോസ്റ്റ് ഏതെങ്കിലും ഒരു സബ്സ്ട്രേറ്റിൽ, റോക്ക് പോലുള്ള സബ്സ്ട്രേറ്റിൽ അറ്റാച്ച് ചെയ്യാൻ അവയെ സഹായിക്കുന്ന ഫിംബ്രിയെ എന്ന സെൽ എക്സ്റ്റൻഷൻസിനെ കുറിച്ചുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. ഇനി നമുക്ക് പ്രോകാരിയോട്ടിക് സെല്ലിലെ ഏക സെൽ ഓർഗനൽ എന്ന് പറയാവുന്ന റൈബോസോമുകൾ എങ്ങനെയാണെന്ന് നോക്കാം. സോ യു നോ റൈബോസോംസ് ആർ ദ ഓൺലി സെൽ ഓർഗനൽ വിച്ച് ആർ സീൻ ഇൻ ദ സൈറ്റോപ്ലാസം ആൻഡ് ദാറ്റ് റൈബോസോംസ് ആർ നോൺ മെംബ്രെയിൻ ബൗണ്ടഡ്. എന്താണ് റൈബോസോമിൻ്റെ ഫങ്ഷൻ? യു നോ റൈബോസോംസ് ആർ ഇൻവോൾവ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. റൈബോസോമുകൾ സാധാരണ പ്രോകാരിയോട്ടിക് സെല്ലിൽ കാണുന്ന റൈബോസോം 70S റൈബോസോമുകളാണ്. റൈബോസോംസ് ആർ യൂഷ്വലി മെയ്ഡ് അപ്പ് ഓഫ് 2 സബ് യൂണിറ്റ്സ്. ആ സബ് യൂണിറ്റുകളുടെ സെഡിമെൻറ്റേഷൻ റേറ്റിനെയാണ് നമ്മൾ സ്വെഡ്ബർഗ് യൂണിറ്റ് എന്ന S എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. റൈബോസോമുകളെ കുറിച്ച് കൂടുതൽ നിങ്ങൾ വിശദമായിട്ട് യൂകാരിയോട്ടിക് സെല്ലിൻ്റെ സെക്ഷനിൽ പഠിക്കും. ഇത്തരത്തിൽ 80S 70S എന്ന 2 തരം റൈബോസോമുകളാണുള്ളത്. 70S റൈബോസോമുകളാണ് പ്രോകാരിയോട്ടിക് സെല്ലുകളിലുള്ളത്. 50S എന്നും 30S എന്നും ഡിനോട്ട് ചെയ്യുന്ന 2 സബ് യൂണിറ്റുകൾ ചേർന്ന 70S റൈബോസോമുകളാണ് പ്രോകാരിയോട്ടിക് സെല്ലുകളുടെ പ്രത്യേകത. ഇൻക്ലൂഷൻ ബോഡീസ്, അതായത് റിസർവ് ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഇൻക്ലൂഷൻ ബോഡീസ് ആണ് സൈറ്റോപ്ലാസത്തിൽ, പ്രോകാരിയോട്ടിക് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ കാണുന്ന മറ്റൊരു സ്ട്രക്ചർ. ഫോസ്ഫേറ്റ് ഗ്രാന്യൂൾസ്, സൈനോഫൈസിൻ ഗ്രാന്യൂൾസ്, ഗ്ലൈക്കജൻ ഗ്രാന്യൂൾസ് ഒക്കെ ആയിട്ട് റിസർവ് ഫുഡ് പ്രോകാരിയോട്ടിക് സെല്ലുകളിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അത്തരം ഫുഡ് സ്റ്റോറിംഗ് ഇൻക്ലൂഷൻസ് ആണ് ഇൻക്ലൂഷൻ ബോഡീസ് എന്നറിയപ്പെടുക. ഇനി ഗ്രീൻ, പേർപ്പിൾ ആൻഡ് ഗ്രീൻ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയകളിൽ ഗ്യാസ് വാക്യൂൾസും സൈറ്റോപ്ലാസത്തിൽ കാണാറുണ്ട്. അപ്പോൾ ഒരു പ്രോകാരിയോട്ടിക് സെല്ലിൽ എന്താണ് പ്രോകാരിയോട്ടിക് സെല്ലിൻ്റെ സ്ട്രക്ചർ, എന്തൊക്കെയാണ് അവയുടെ സൈറ്റോപ്ലാസത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, അവയുടെ ന്യൂക്ലിയസിൻ്റെ പ്രത്യേകത എന്താണ്, ന്യൂക്ലിയസിന് പുറമേ കാണുന്ന എക്സ്ട്രാ ക്രോമസോമലായിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാം. ഇനി നമുക്ക് യൂകാരിയോട്ടിക് സെല്ലിൻ്റെ ഘടന എങ്ങനെയാണ്, വെൽ ബൗണ്ടഡ് ആയിട്ടുള്ള മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉള്ള യൂകാരിയോട്ടിക് സെല്ലുകളെ കുറിച്ച് നോക്കാം. ക്ലാസിഫിക്കേഷൻ പഠിച്ച സമയത്ത് നിങ്ങൾ പഠിച്ചതാണ്. പ്രോട്ടിസ്റ്റ മുതലായ കിങ്ഡം പ്രോട്ടിസ്റ്റ തുടങ്ങിയിട്ടുള്ള ബാക്കി ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെട്ട ജീവികളെല്ലാം തന്നെ യൂകാരിയോട്ടിക് സെൽസ് ഉള്ള ജീവികളായിരുന്നു. ഇപ്പോൾ പ്രോട്ടിസ്റ്റ, പ്ലാന്റ്സ്, ഫഞ്ചൈ, ആനിമൽസ് ഒക്കെ തന്നെ യൂകാരിയോട്ടിക് സെല്ലുകളുള്ള ജീവികൾക്ക് ഉദാഹരണങ്ങളാണ്. സൈറ്റോപ്ലാസത്തിൻ്റെ കമ്പാർട്ട്മെൻ്റലൈസേഷൻ by the presence of membrane bounded organelles, that is the main characteristic feature of eukaryotic cell. സൈറ്റോപ്ലാസത്തിൽ അടങ്ങിയിട്ടുള്ള കാണപ്പെടുന്ന വ്യത്യസ്തങ്ങളായ സെൽ ഓർഗനലുകളാണ് യൂകാരിയോട്ടിക് സെല്ലുകളുടെ പ്രത്യേകത. ഓരോ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നതിനും വ്യക്തമായ സെൽ ഓർഗനൽസ് ഉണ്ട് എന്നുള്ളത് ഓരോ യൂകാരിയോട്ടിക് സെല്ലിൻ്റെയും പ്രത്യേകതയാണ്. They have highly developed locomotory structures, cytoskeletal structures which give shape to the cell.
ഇപ്പോൾ ലോക്കോമോട്ടറി ഓർ സ്ട്രക്ചേഴ്സ് ഉണ്ട്, സെല്ലിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന, സെല്ലിന് വ്യക്തമായ ഷേപ്പും മറ്റും നൽകുന്നതിനുള്ള സൈറ്റോസ്കെലറ്റൽ സ്ട്രക്ചേഴ്സ് ഒക്കെ തന്നെ ഒരു യൂകാരിയോട്ടിക് സെല്ലിൻ്റെ പ്രത്യേകതയാണ്. യൂകാരിയോട്ടിക് സെൽസിനകത്തും യൂണിസെല്ലുലാറും മൾട്ടി സെല്ലുലാറും സെൽസ് ഉണ്ട്, അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. കിങ്ഡം പ്രോട്ടിസ്റ്റ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചതാണ്. യൂകാരിയോട്ടിക് സെൽസ് ഉള്ള യൂണിസെല്ലുലാർ ഓർഗാനിസംസും ഉണ്ട്. സോ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത, ദി ജനറ്റിക് മെറ്റീരിയൽസ് ആർ അറേഞ്ച്ഡ് ഇൻ എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. ദ ഡെൻസ് nucleus, which is membrane bounded, contain the chromosomes, and the chromosomes contain the genetic material. യൂകാരിയോട്ടിക് സെല്ലുകളിൽ വ്യത്യസ്തത പുലർത്തുന്ന രണ്ട് സെല്ലുകളെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സോ പ്ലാന്റ് സെൽ ആൻഡ് ആനിമൽ സെൽ. ചെറിയ ക്ലാസ്സുകളിൽ തന്നെ ഇതിൻ്റെ ചിത്രങ്ങളും മോഡലുകളും ഒക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പ്ലാന്റ് സെല്ലിൻ്റെയും ആനിമൽ സെല്ലിൻ്റെയും വ്യത്യാസങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കാം. എന്നാലും നമുക്കതൊന്ന് റീകളക്ട് ചെയ്ത് നോക്കാം. So what are the main differences between a plant cell and an animal cell? ഈ ചിത്രം നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ. ചിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് ഒരു പ്ലാന്റ് സെല്ലും ഒരു ആനിമൽ സെല്ലും നിങ്ങൾക്ക് കാണാം. മിക്കവാറും എല്ലാ സെൽ ഓർഗനൽസും ഒരുപോലെ തന്നെയാണ്. സൈറ്റോപ്ലാസത്തിനുള്ളിൽ കാണുന്ന ധാരാളം സെൽ ഓർഗനൽസ് നിങ്ങൾക്ക് കാണാം. ഈ കാണുന്ന സെൽ ഓർഗനൽസ് എല്ലാം തന്നെ രണ്ട് സെല്ലുകളിലും കാണാം. എന്നാൽ പ്ലാന്റ് സെല്ലിൽ ഇല്ലാത്തതും ആനിമൽ സെല്ലിലുള്ളതുമായ ചില സെൽ ഓർഗനൽസ്, തിരിച്ചും ആനിമൽ സെല്ലിൽ ഇല്ലാത്തതും പ്ലാന്റ് സെല്ലിലുള്ളതുമായ ചില പ്രത്യേകതകളാണ് ഇവയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് പ്ലാന്റ് സെല്ലിൽ ഉള്ളതും ആനിമൽ സെല്ലിൽ ഇല്ലാത്തതുമായ ചില സെൽ ഓർഗനൽസ്? ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, ദ പ്ലാന്റ് സെൽ ഓൾവേസ് പൊസസ് an outer rigid cell wall. Plant cell inde outer marking area, it will always be a cell wall made up of cellulose. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, സെല്ലുലോസ് മെയിൻലി സെല്ലുലോസ് കൊണ്ട് നിർമ്മിതമായ ഒരു സെൽ വാളാണ് പ്ലാന്റ് സെല്ലിൻ്റെ പ്രത്യേകത. ഇറ്റ് ഓൾസോ കണ്ടെയ്ൻ പ്ലാസ്റ്റിഡ്സ്, ദ സെൽ ഓർഗനൽസ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ഗിവിങ് കളർ. പിഗ്മെൻറ്റ്സ് അടങ്ങിയിട്ടുള്ള സെൽ ഓർഗനൽസ് ആണ് പ്ലാസ്റ്റിഡ്സ്. അതും പ്ലാന്റ് സെല്ലിൻ്റെ പ്രത്യേകതയാണ്. ദാറ്റ് സെൽ വാൾ ആൻഡ് പ്ലാസ്റ്റിഡ്സ് ആർ ആബ്സെൻറ്റ് ഇൻ ആനിമൽ സെൽ. ആൻഡ് ദ അതർ ഫീച്ചർ ഇസ് എ ലാർജ് സെൻട്രൽ വാക്യൂൾ present in the plant cell. So these are the main cell organelles which are present in plant cell and absent in animal cell. And in the animal cell, in the case of animal cell, they contain a cell organelle called centriole which is absent in plant cell. So നിങ്ങൾ തന്നെ ഇത്തരത്തിൽ ഈ പ്ലാന്റ് സെല്ലിൻ്റെയും ആനിമൽ സെല്ലിൻ്റെയും കമ്പാരിസൺ നടത്തിയിട്ട് ഏതൊക്കെ സെൽ ഓർഗനൽസ് ആണ് രണ്ടിലും കോമൺ ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് ഇല്ലാത്തത്, ഇതിനെക്കുറിച്ച് ഒരു ടേബിൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. ഇനി നമുക്ക് യൂകാരിയോട്ടിക് സെല്ലുകളുടെ ഓരോ ഫീച്ചേഴ്സായിട്ട് വിശദമായിട്ടൊന്ന് കണ്ടു നോക്കാം. ലെറ്റ് us now first look on the structure and function of cell membrane. 1950s ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ഇൻവെൻഷന് ശേഷമാണ് സെൽ മെമ്മറൈനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് പഠനങ്ങൾ നടത്തിയിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 1660s തന്നെ മൈക്രോസ്കോപ്പുകൾ ഇൻവെൻറ്റ് ചെയ്ത് തുടങ്ങിയെങ്കിലും ദേ വേ പ്രിമിറ്റീവ് മൈക്രോസ്കോപ്പ്. അത്തരത്തിൽ മോഡേൺ ആയിട്ട് അല്ലെങ്കിൽ വളരെ സൂക്ഷ്മതയോടുകൂടി ഒരു സ്ട്രക്ചർ പഠിക്കാൻ നമുക്ക് ഉപയോഗപ്രദമായിരുന്നില്ല അത്തരം മൈക്രോസ്കോപ്പുകൾ. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ഇൻവെൻഷനോടുകൂടിയാണ് സെൽ മെമ്മറൈൻ്റെ സൂക്ഷ്മ തലത്തിലേക്കൊക്കെ ഉള്ള ഡിസ്കവറീസ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. സെൽ മെമ്മറൈനിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ധാരാളം മോഡൽസ് ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. ഈ മോഡൽസുകളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഇത്തരം നടത്തിയ പ്രധാനമായിട്ടും ഹ്യൂമൻ ബ്ലഡ് സെൽസ് RBCയിൽ നടത്തിയ പഠനങ്ങൾ റിവീൽ ചെയ്യുന്നതനുസരിച്ച് the cell membrane of a eukaryotic cell is made up of lipids. They also contain proteins and carbohydrates. പ്രധാനപ്പെട്ട മോളിക്യൂൾസ് ലിപ്പിഡ്സ് ആണ്. ലിപ്പിഡ്സിനോടൊപ്പം തന്നെ പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സും സെൽ മെമ്മറൈനിന് ഉള്ളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ്
lipid have a quasi-fluid nature. You know, quasi-fluid nature എന്ന് പറഞ്ഞാൽ ഒരു semi-fluid nature ഉള്ളത് കൊണ്ട് തന്നെ the movement and it's more flexible. This cell membrane is flexible, and the flexibility is due to the quasi-fluid nature of cell membrane. Phospholipids, glycolipids, cholesterol മുതലായ ലിപ്പിഡ് മോളിക്യൂൾസ് ആണ് സെൽ മെമ്പറൈനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. And the cell membrane is made up of a bilayer of lipids in which the non-polar tails of the lipids are arranged towards the inner side and polar head towards the outer side. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ വ്യക്തമായിട്ട് കാണാം, ലിപ്പിഡ് മോളിക്യൂൾസിലെ പോളാർ ഹെഡ്, ഒരു ലിപ്പിഡ് മോളിക്യൂളിൽ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള നോൺ പോളാർ എൻഡും ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള, അതായത് വാട്ടർ ലവിങ് ആയിട്ടുള്ള പോളാർ എൻഡും ഉണ്ടാകും എന്ന് നിങ്ങൾക്കറിയാം. അത്തരത്തിൽ പോളാർ എൻഡ് പുറത്തേക്ക് വരികയും അല്ലെങ്കിൽ പുറത്തേക്ക് കാണത്തക്ക രീതിയിലും നോൺ പോളാർ എൻഡ് ഉള്ളിലേക്ക് വരികയും ചെയ്യുന്ന രീതിയിലാണ് ഒരു ബൈ ലെയർ ആയിട്ടാണ് സാധാരണഗതിയിൽ സെൽ മെമ്പറൈനിൽ ലിപ്പിഡ് മോളിക്യൂൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വാട്ടർ ഹേറ്റിംഗ് ആയിട്ടുള്ള നോൺ പോളാർ എൻഡ്സ് ഉള്ളിലേക്കായതുകൊണ്ട് തന്നെ ഈ സെൽ മെമ്പറൈൻ ഇസ് സെലക്റ്റീവ്ലി പെർമിയബിൾ. എന്താണ് സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറയുക? ഒരു മെമ്പറൈൻ പെർമിയബിൾ ആകുമ്പോൾ ഇറ്റ് അലൗസ് ഓൾ ദ മോളിക്യൂൾസ് ടു പാസ് ത്രൂ ഇറ്റ്, എവറി മോളിക്യൂൾസ് ടു പാസ് ത്രൂ ഇറ്റ്. But when it is a selectively permeable, it allows only certain type of molecules to pass through it. ഒരു മെമ്പറൈനിലൂടെ എല്ലാ വിധത്തിലുള്ള പദാർത്ഥങ്ങളെയും കടത്തിവിടുമ്പോഴാണ് അതൊരു പെർമിയബിൾ മെമ്പറൈൻ ആകുന്നത്. ചില പ്രത്യേകതരം മോളിക്യൂൾസിനെ മാത്രമേ കടത്തിവിടുവെങ്കിൽ അവ സെലക്റ്റീവ്ലി പെർമിയബിൾ അല്ലെങ്കിൽ സെമി പെർമിയബിൾ മെമ്പറൈൻ എന്ന് പറയും. ഇത്തരത്തിൽ ഹൈഡ്രോഫോബിക് ആയിട്ടും ഹൈഡ്രോഫിലിക് ആയിട്ടുമുള്ള പോളാർ ആൻഡ് നോൺ പോളാർ എൻഡ്സ് ഉള്ള ലിപ്പിഡ് ബൈലെയർ നിർമ്മിതമായ ഈ സെൽ മെമ്പറൈൻ ഇറ്റ് ഈസ് എ സെലക്റ്റീവ്ലി പെർമിയബിൾ മെമ്പറൈൻ. ഇനി ലിപ്പിഡിന് പുറമെ പ്രോട്ടീൻസും സെൽ മെമ്പറൈനിൽ കാണുന്നു. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, there are two types of proteins. One is intrinsic protein that is embedded in the lipid bilayer. ലിപ്പിഡ് ബൈലെയറിൻ്റെ ഉള്ളിലേക്ക് എംബെഡ് ചെയ്ത് കാണുന്ന രീതിയിലുള്ള ഇൻട്രിൻസിക് പ്രോട്ടീൻ അല്ലെങ്കിൽ ഇൻറ്റേർണൽ പ്രോട്ടീനും ലിപ്പിഡ് ബൈലെയറിൻ്റെ സർഫസിൽ കാണുന്ന രീതിയിലുള്ള എക്സ്റ്റേണൽ അല്ലെങ്കിൽ എക്സെൻട്രിക് പ്രോട്ടീനുമാണ് രണ്ട് തരത്തിലുള്ള പ്രോട്ടീൻ മോളിക്യൂൾസ്. ലിപ്പിഡ് മോളിക്യൂൾസിനും പ്രോട്ടീൻ മോളിക്യൂൾസിനും പുറമേ കാണുന്ന കാർബോഹൈഡ്രേറ്റ് മോളിക്യൂൾസ് ആർ ഓൾസോ പ്രസൻറ്റ് ഇൻ എ സെൽ മെമ്പറൈൻ. So now it is clear that a cell membrane contains lipid, proteins and carbohydrate, and the lipids are arranged in a bilayer. ഇത്തരത്തിലൊരു സെൽ മെമ്പറൈൻ്റെ സ്ട്രക്ചർ ധാരാളം ശാസ്ത്രജ്ഞർ പല മോഡലുകളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രോട്ടീൻസിൻ്റെ അല്ലെങ്കിൽ ലിപ്പിഡ്സിൻ്റെ അളവ് ഓരോ തരം മെമ്പറൈനുകളിലും വ്യത്യസ്തമായിരിക്കും. ഇങ്ങനെ ധാരാളം മോഡലുകൾ നമ്മുടെ ബയോ മെമ്മറൈൻ അല്ലെങ്കിൽ ഒരു പ്ലാസ്മ മെമ്മറൈനെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിലും വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സെൽ മെമ്മറൈൻ്റെ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തത് 1972 SD സിംഗർ ആൻഡ് GL നിക്കോൾസൺ എന്ന രണ്ട് ശാസ്ത്രജ്ഞർ ചേർന്നാണ്. We call this model as fluid mosaic model. So Singer and Nicholson explained the fluid mosaic model of cell membrane, in which they proved that all biological membranes are quasi-fluid structures in which the lipid and integral proteins are dispersed in a mosaic model. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് സിംഗർ ആൻഡ് നിക്കോൾസൺ പ്രപ്പോസ് ചെയ്ത ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഓഫ് മെമ്പറൈൻ ആണ്. ഒരു സെൽ മെമ്പറൈൻ്റെ ഫ്ലൂയിഡ് മൊസൈക് മോഡലാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. It explains that the quasi-fluid structure in which the lipids and integral proteins are dispersed in a mosaic manner.
ഇത്തരത്തിൽ ക്വാസി ഫ്ലൂയിഡ് നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ ദ സെൽ മെംബ്രെയിൻസ് ആർ ഫ്ലെക്സിബിൾ ആൻഡ് ദ എബിലിറ്റി ടു മൂവ് വിതിൻ ദ മെംബ്രെയിൻ ഇസ് മെഷേർഡ് ആസ് ദ ഫ്ലൂയിഡിറ്റി ഓഫ് ദ മെംബ്രെയിൻ. ഇത്തരത്തിലും ഇതിനെ മൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ലിപ്പിഡ് ബൈലെയറിലൂടെയുള്ള മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഫ്ലൂയിഡിറ്റി കൊണ്ട് മെഷർ ചെയ്യുന്നത്. സോ this is about cell membrane. So what is the importance of this quasi-fluid nature of membrane and what are the functions, or how is it important to, it's important to perform certain functions of cell membrane. Cell membrane ന്റെ ചില പ്രത്യേക ഫങ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യണമെങ്കിൽ ക്യാരി ഔട്ട് ചെയ്യുന്നതിന് ഇത്തരം ക്വാസി ഫ്ലൂയിഡ് നേച്ചർ സെൽ മെംബ്രെയിനെ സഹായിക്കാറുണ്ട്. എന്തൊക്കെയാണ് ആ ഫങ്ഷൻസ്? സെൽ ഗ്രോത്ത്, സെല്ലിൻ്റെ വളർച്ച, ഫോർമേഷൻ ഓഫ് ഇന്റർസെല്ലുലാർ ജംഗ്ഷൻസ്, സെല്ലുകൾ തമ്മിലുള്ള പരസ്പരം കൂടിച്ചേരുന്ന ജംഗ്ഷൻസ് ഫോർമേഷൻ, സെക്രിയേഷൻ, എൻഡോസൈറ്റോസിസ്, സെൽ ഡിവിഷൻ തുടങ്ങി സെൽ മെംബ്രെയിൻ പെർഫോം ചെയ്യുന്ന ധാരാളം ഫങ്ഷൻസിന് സഹായിക്കുന്നത് സെൽ മെംബ്രെയിൻ്റെ ഈ ഫ്ലൂയിഡ് നേച്ചറാണ്. അതുകൊണ്ട് തന്നെ സിംഗർ ആൻഡ് നിക്കോൾസൺ പ്രപ്പോസ് ചെയ്ത ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഇസ് മോർ അക്സെപ്റ്റഡ് for explaining the structure of a biomembrane. And എന്താണ് ഒരു സെൽ മെംബ്രെയിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ? ഇറ്റ് ഇസ് ദ ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ്, അല്ലേ? ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് പദാർത്ഥങ്ങളുടെ സംവഹനമാണ് പ്രധാനമായിട്ടും ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഫങ്ഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലാസ്മ മെംബ്രെയിൻ ആ ലിപ്പിഡിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ ചില ഭാഗത്ത് ഹൈഡ്രോഫോബിക് ആണ്, ചിലത് ഹൈഡ്രോഫിലിക് ആണ്. അപ്പോൾ എല്ലാ മോളിക്യൂൾസിനെയും കടത്തിവിടില്ല. ലിപ്പിഡ് മോളിക്യൂൾസ് ദേ ഹാവ് പോളാർ ആൻഡ് നോൺ പോളാർ എൻഡ്സ്. അപ്പോൾ അതിലൂടെ എല്ലാ മോളിക്യൂൾസും കടന്നു പോവില്ല. സോ എങ്ങനെയാണ് മോളിക്യൂൾസിൻ്റെ ഈ പറഞ്ഞ പദാർത്ഥങ്ങളുടെ സംവഹനം നടക്കുക? മെനി മോളിക്യൂൾസ് മൂവ് അക്രോസ് ദ മെംബ്രെയിൻ വിത്തൗട്ട് ദ എക്സ്പെൻഡിച്ചർ ഓഫ് എനർജി. പ്രധാനമായിട്ടും ധാരാളം തരത്തിലുള്ള മോളിക്യൂൾസ് ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിൽ ചില മോളിക്യൂൾസ് ഒരു എനർജി എക്സ്പെൻഡിച്ചറും ഇല്ലാതെ വളരെ പാസീവായിട്ട് തന്നെ മൂവ് ചെയ്യും മെംബ്രെയിനിലൂടെ. എന്നാൽ ന്യൂട്രൽ സൊല്യൂട്ട്സ്, ന്യൂട്രലായിട്ടുള്ള ചില സൊല്യൂട്ട്സ് ദേ മൂവ് അക്രോസ് ദ മെംബ്രെയിൻ ത്രൂ സിമ്പിൾ ഡിഫ്യൂഷൻ. അത്തരത്തിലൊരു ന്യൂട്രൽ സൊല്യൂട്ടായ വാട്ടർ ഒരു സിമ്പിൾ ഡിഫ്യൂഷൻ വഴി, നിങ്ങൾക്ക് ഡിഫ്യൂഷൻ എന്നാൽ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്കുള്ള മോളിക്യൂളുകളുടെ ഒഴുക്കാണ്. അത്തരത്തിൽ ന്യൂട്രൽ ആയിട്ടുള്ള വാട്ടർ മോളിക്യൂൾസ് ഒരു ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് സിമ്പിൾ ഡിഫ്യൂഷനിലൂടെ ഈ മെംബ്രെയിനിലൂടെ പാസ് ചെയ്യുന്ന, അത് ബയോ മെംബ്രെയിനിലൂടെ പാസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ഓസ്മോസിസ് എന്ന് പറയാറുണ്ട്. ഇനി മറ്റ് ചില polar molecules, they have to pass through this non-polar end. Polar ആണ് മോളിക്യൂൾ എങ്കിൽ they have to pass through this non-polar end also. അങ്ങനെ വരുമ്പോൾ they need a carrier protein to move. ഇപ്പം നോർമലി പോളാർ എൻഡിലൂടെ കടന്നു കയറുമ്പോൾ ഉള്ളിലുള്ളത് എന്തുവാണ്? നോൺ പോളാർ ഭാഗമാണ് ലിപ്പിഡിൻ്റെ. ആ ഭാഗത്തൂടെ അവയ്ക്ക് കടന്നു പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റിന് ദേ റിക്വയർ എ സ്പെഷ്യൽ പ്രോട്ടീൻ ഇൻ ദ മെംബ്രെയിൻ. പോളാർ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റിന് നോൺ പോളാർ ഏരിയ ഉള്ളതുകൊണ്ട് അത് തന്നെ ഒരു സെമി പെർമിയബിലിറ്റി അവിടെ കൊടുക്കുന്നത് തന്നെ ലിപ്പിഡ് ഹാവ് എ നോൺ പോളാർ ഏരിയ. അപ്പോൾ അതിലൂടെ അതിന് കടന്നു പോകാൻ പറ്റാത്തത് കൊണ്ട് പോളാർ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റിന് ഇറ്റ് റിക്വയർസ് സം കാരിയർ പ്രോട്ടീൻസ് ദെയർ. ഇറ്റ് ഷുഡ് ബി ഫെസിലിറ്റേറ്റഡ് ബൈ സം കാരിയർ പ്രോട്ടീൻസ്. And in the case of some ions, they are transported across the membrane using energy. ചില സോഡിയം പൊട്ടാഷ്യം പോലെയുള്ള ചില അയോണുകളുടെ മൂവ്മെൻറ്റിന് ATP ഉപയോഗിച്ച് മാത്രം അല്ലെങ്കിൽ എനർജി ഉപയോഗിച്ച് മാത്രമേ അത്തരം മെംബ്രെയിനുകളിലൂടെ കടന്നു പോകാനായിട്ട് സാധിക്കൂ. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ചില മോളിക്യൂൾസ് വളരെ പാസീവായിട്ട് മൂവ് ചെയ്യും, മറ്റ് ചില മോളിക്യൂൾസ് സിമ്പിൾ ഡിഫ്യൂഷൻ വഴി ഓസ്മോസിസ് വഴി പാസ് ചെയ്യും, ചിലവ കാരിയർ പ്രോട്ടീനുകളുടെ സഹായത്തോടെ പാസ് ചെയ്യുന്നു, മറ്റ് ചിലത് ആക്റ്റീവായിട്ട് പാസ് ചെയ്യും. ഇത്തരത്തിലാണ് പലതരത്തിലുള്ള മോളിക്യൂൾ ഈ സെമി പെർമിബിൾ മെംബ്രെയിനായ സെൽ മെംബ്രെയിനിലൂടെ പാസ് ചെയ്യുന്നത്. ഒരു സെൽ മെംബ്രെയിനിലൂടെയുള്ള
പദാർത്ഥങ്ങളുടെ സംവഹനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടിനെ കുറിച്ച് വളരെ വ്യക്തമായി നിങ്ങൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. ഇപ്പം എന്തൊക്കെയാണ് വേരിയസ് മെത്തേഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ വളരെ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. എന്തായാലും സെൽ മെമ്പറൈനിലൂടെയാണ് പദാർത്ഥങ്ങൾ ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് മാറുന്നത് എന്ന് നമുക്ക് ഇപ്പോൾ വ്യക്തമായി. ഇനി നമ്മൾ പ്ലാന്റ് സെല്ലിൻ്റെ ഔട്ടർ സ്ട്രക്ചറിലേക്ക് വരാം. പ്ലാന്റ് സെല്ലിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഔട്ടർ ഏരിയയാണ് സെൽ വാൾ. നിങ്ങൾക്കറിയാം, ദ സെൽ വാൾ ഇസ് നോൺ ലിവിങ് ആൻഡ് ഇറ്റ് ഈസ് റിജിഡ്, മെയിൻലി മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. സെല്ലുലോസ് കൊണ്ടാണ് പ്രധാനമായിട്ടും സെൽ വാൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ദെൻ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദ സെൽ വാൾ? ഇറ്റ് ഗീവ്സ് ഷേപ്പ് ടു ദ സെൽ, ഇറ്റ് പ്രൊട്ടക്ട് ദ സെൽ ഫ്രം മെക്കാനിക്കൽ ഡാമേജ് ആൻഡ് ഇൻഫെക്ഷൻ, it helps in cell-to-cell interaction, it provide barrier to undesirable macromolecules. ഷേപ്പ് കൊടുക്കുക, ഒരു സെല്ലിന് വ്യക്തമായ ഷേപ്പ് കൊടുക്കുക, മെക്കാനിക്കൽ ഡാമേജിൽ നിന്ന് സെല്ലിനെ സംരക്ഷിക്കുക, സെല്ല് പരസ്പരം അവ തമ്മിലുള്ള ഇൻറ്ററാക്ഷന് സഹായിക്കുക, അൺഡിസൈറബിൾ ആയിട്ടുള്ള അനുയോജ്യമല്ലാത്ത മാക്രോമോളിക്യൂൾസിൻ്റെ എൻട്രി തടയുക മുതലായവയാണ് സെൽ വാളിൻ്റെ ഫങ്ഷൻ. സെൽ വാള് നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായും സെല്ലുലോസ് എന്ന് പറയുന്നുവെങ്കിലും ആൽഗൽ സെല്ലിലും ആൽഗകളിലും ഫംഗസുകളിലും പ്ലാന്റ്സിലുമൊക്കെ സെൽ വാളിൻ്റെ സ്ട്രക്ചറിൽ അവ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം വ്യത്യസ്തമാണെന്ന് നിങ്ങൾക്കറിയാം. ആൽഗൽ സെൽ വാള് സെല്ലുലോസ്, ഗാലക്റ്റിൻസ്, മാനൻസ് ആൻഡ് മിനറൽസ് ലൈക്ക് കാൽഷ്യം കാർബണേറ്റ് കൊണ്ടൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ പ്ലാന്റ് സെൽ വാളിൻ്റെ പ്രധാനപ്പെട്ട കോമ്പോസിഷൻ സെല്ലുലോസും ഹെമി സെല്ലുലോസും പെക്റ്റിനും പ്രോട്ടീൻസും ഒക്കെയാണ്. സോ ഒരു യങ് പ്ലാന്റ് സെല്ല് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഹാവ് എ പ്രൈമറി സെൽ വാൾ. പ്രൈമറി സെൽ വാള് സാധാരണഗതിയിൽ മെച്യൂർ ആകുന്നതനുസരിച്ച് ഡിമിനിഷ് ചെയ്ത് പോവാറാണുള്ളത്. ഇത് ഡിമിനിഷ് ചെയ്യുന്നതനുസരിച്ച് സെക്കൻഡറി വാള് പ്രൈമറി സെല്ലിന് ഉള്ളിലേക്ക് അല്ലെങ്കിൽ പ്രൈമറി സെൽ വാളിന് ഉള്ളിലേക്ക് ഫോം ചെയ്യും. ചില സസ്യങ്ങളുടെ കേസിൽ ടെറിഷറി സെൽ വാളും ഫോം ചെയ്യാറുണ്ട്. പ്ലാന്റ് സെൽസിൽ അപ്പോൾ എത്ര തരം സെൽ വാൾ ഉണ്ടാകാം? യങ് സെൽസിൽ നമ്മൾ കാണുന്നത് പ്രൈമറി സെൽ വാളാണ്. പ്രൈമറി സെൽ വാള് സെല്ല് മെച്യൂർ ആകുന്നതനുസരിച്ച് ഇറ്റ് മേ ഗെറ്റ് ഡിമിനിഷ്ഡ്. അത് ഡിമിനിഷ് ആയി പോകുമ്പോഴേക്കും അതിനുള്ളിലേക്ക് സെക്കൻഡറി വാൾ ലെയേഴ്സ് ഫോം ചെയ്തിരിക്കും. അത്തരം വാൾ ലെയേഴ്സ് ആണ് നമ്മൾ സെക്കൻഡറി വാൾ എന്ന് പറയുക. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പ്രൈമറി വാളും സെക്കൻഡറി വാളും കാണാം. ഇനി സെക്കൻഡറി വാളിനുള്ളിലായിട്ടാണ് സൈറ്റോപ്ലാസം ഉണ്ടാവുക. ഇപ്പോൾ സൈറ്റോപ്ലാസത്തെ ഡീലിമിറ്റ് ചെയ്ത പ്രൈമറി വാൾ ലെയർ ആണ് യങ് സെൽസിലെങ്കിൽ മച്യൂർ സെൽസിൽ അവ സെക്കൻഡറിയോ ടെറിഷറിയോ സെൽ വാളായിരിക്കാം. തൊട്ടടുത്ത രണ്ട് സെല്ലുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനാണ് മിഡിൽ ലമെല്ല ഉണ്ടാവുക. സെൽ വാളുകൾക്കിടയിൽ മിഡിൽ ലമെല്ല എന്ന പോർഷൻ they are made up of calcium pectate and act as glues which connect the neighboring cells. രണ്ട് നൈബറിംഗ് സെൽസിനെ കണക്ട് ചെയ്യുന്ന പശ പോലെ ഗ്ലൂ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് മിഡിൽ ലമെല്ല ആൻഡ് ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് കാൽഷ്യം പെക്റ്റേറ്റ്. സോ ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് എ സെൽ വാൾ. മെയിൻലി ഇറ്റ്സ് സീൻ ഇൻ പ്ലാന്റ് സെൽസ്. പ്ലാന്റ് സെൽസിൽ മാത്രമല്ല ഫംഗൽ സെൽസിലും എന്തുണ്ട്? സെൽ വാൾ. We have seen that they have primary, secondary and tertiary cell walls and a middle lamella. ഇനി ഇത്തരത്തിൽ സെൽ വാളുകൾക്കിടയിൽ ചില ഭാഗത്ത് സെൽ വാൾ ഫോർമേഷൻ ഉണ്ടാവില്ല ആൻഡ് ദാറ്റ് പോർഷൻസ് ആർ നോൺ as pits. അവിടെ സൈറ്റോപ്ലാസ്മിക് സ്ട്രാൻഡുകൾ, പ്ലാസ്മോഡെസ്മേറ്റ എന്ന സൈറ്റോപ്ലാസ്മിക് സ്ട്രാൻഡ്സ് ആ പിറ്റുകളിലൂടെയാണ് പരസ്പരം രണ്ട് സെല്ലുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉറപ്പുവരുത്തുന്നത്. അതായത് പ്ലാന്റ് സെല്ലിനിടയ്ക്കുള്ള ഓപ്പണിങ്ങുകളെ നമുക്ക് പിറ്റ്സ് എന്ന് പറയാം. ആൻഡ് ദ നൈബറിംഗ് സെൽസ് ആർ കണക്റ്റഡ് ബൈ പ്ലാസ്മോഡെസ്മേറ്റ കണക്ഷൻ. സെൽ വാളുകളെ കുറിച്ച് ഇപ്പം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് വി ക്യാൻ സീ ദ മെംബ്രെയിൻ സിസ്റ്റംസ് ഇൻസൈഡ് ദ സൈറ്റോപ്ലാസം. ആൻഡ് ഫസ്റ്റ് വി ലുക്ക് അപ്പോൺ എൻഡോമെംബ്രെയിൻ സിസ്റ്റം. സൈറ്റോപ്ലാസത്തിലെ ഓരോ സെൽ ഓർഗനിലും അവരുടെ ഫങ്ഷൻ സെപ്പറേറ്റ് ആണ് എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ചില സെൽ ഓർഗനൽസ് they are considered together as endomembrane system because their functions are coordinated.
അവർ കോർഡിനേറ്റ് ചെയ്തുള്ള ചില ഫങ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്ന ചില സ്പെഷ്യലൈസ്ഡ് ഓർഗനൽസിനെ നമ്മൾ കോമൺ ആയിട്ട് എൻഡോമെമ്പറൈൻ സിസ്റ്റം എന്ന കാറ്റഗറിയിൽ പെടുത്തും. which are the cell organelles included in endomembrane system? They are endoplasmic reticulum, Golgi complex, lysosomes and vacuoles. These four are together known as endomembrane system. എന്താണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം? ചിത്രത്തിൽ നിങ്ങൾ കാണാം, ന്യൂക്ലിയർ മെമ്പറൈനോട് കൂടി ചേർന്ന് അല്ലെങ്കിൽ പ്ലാസ്മ മെമ്പറൈനോട് കണ്ടിന്യൂവേഷൻ ആയിട്ട് സൈറ്റോപ്ലാസത്തിൽ ആകെ പടർന്നു കിടക്കുന്ന, സൈറ്റോപ്ലാസത്തെ 2 കമ്പാർട്ട്മെൻ്റ് ആക്കി മാറ്റാൻ കഴിയുന്ന നെറ്റ്വർക്ക് പോലെയുള്ള സെൽ ഓർഗനലാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. They are network or reticulum of tiny tubular structures attached and scattered in the cytoplasm, continuous with the nuclear membrane and plasma membrane. Endoplasmic reticulum പല ഷേപ്പിലായിരിക്കാം, ചില ട്യൂബുലാർ ഷേപ്പിലോ അല്ലെങ്കിൽ ലോങ് ഫ്ലാറ്റ് ആൻഡ് അൺബ്രാഞ്ച്ഡ് ട്യൂബ്യൂൾസ് ആയിട്ടോ വെസിക്കിൾസ് ആയിട്ടോ ഒക്കെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണാറുണ്ട്. ശരിക്കും സൈറ്റോപ്ലാസത്തിനകത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സൈറ്റോപ്ലാസത്തെ പ്രധാനമായിട്ടും 2 കമ്പാർട്ട്മെൻ്റ് ആയിട്ട് തിരിക്കും. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഉള്ളിലുള്ള ഭാഗം, ദാറ്റ് ഇസ് ലൂമിനാൽ പോർഷൻ, ആൻഡ് ദ അതർ ദാറ്റ് ഇസ് ഔട്ട്സൈഡ് സൈറ്റോപ്ലാസത്തിനെ നമ്മൾ എക്സ്ട്രാ ലൂമിനാർ സൈറ്റോപ്ലാസം എന്നും പറയാം. സോ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2. 2 തരം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നമുക്ക് സൈറ്റോപ്ലാസത്തിൽ കാണാനായിട്ട് സാധിക്കും. One is rough endoplasmic reticulum. In short, we call it as RER. എന്താണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം? റൈബോസോമുകൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ സർഫസിൽ റൈബോസോമുകൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ they are rough endoplasmic reticulum, and the other one is smooth endoplasmic reticulum. അപ്പം നിങ്ങൾക്ക് എന്താണ് സ്മൂത്ത് എന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. റൈബോസോംസ് അറ്റാച്ച്ഡ് അല്ല എങ്കിൽ ദേ ആർ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. സോ RER and SER are the 2 types of endoplasmic reticulum seen in eukaryotic cells. എന്താണ് ഫങ്ഷൻ? എന്താണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ? നിങ്ങൾക്കറിയാമല്ലോ, റൈബോസോം അറ്റാച്ച്ഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവ എന്ത് സിന്തസൈസ് ചെയ്യുന്നവയായിരിക്കും? പ്രോട്ടീൻ സിന്തസിസ് ആയിരിക്കും. So, rough endoplasmic reticulum is actively found in cells involved in protein synthesis and secretion. അതേസമയം സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, they are site for synthesis of lipids. ലിപ്പിഡ്സിൻ്റെ സിന്തസിസിൻ്റെ ഇൻവോൾവ് ആകുന്നതാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. Moreover, they produce steroidal hormones also. Lipids like steroidal hormones are synthesized in smooth endoplasmic reticulum. അതുമാത്രമല്ല, സൈറ്റോപ്ലാസത്തിന് മെക്കാനിക്കൽ സപ്പോർട്ട് നൽകുക എന്ന ഫംഗ്ഷൻ കൂടെ ആര് ചെയ്യാറുണ്ട്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ചെയ്യാറുണ്ട്. സോ എൻഡോമെമ്പറൈനിലെ ആദ്യത്തെ സെൽ ഓർഗനലായ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ നൗ ലെറ്റ് us look on for the assignment. Draw the diagram of plant cell and an animal cell in your activity log and label the parts. List out the major difference between both cells. ചിത്രം നിങ്ങൾ ഒരു പക്ഷേ മോഡലൊക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാവാം, എങ്കിലും നിങ്ങളുടെ ആക്ടിവിറ്റി ലോഗിൽ ഒരു പ്ലാന്റ് സെല്ലും ഒരു ആനിമൽ സെല്ലും വരച്ച് അവ തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഏതൊക്കെ സെൽ ഓർഗനൽസ് ആണ് രണ്ടിലും പൊതുവേ കാണുന്നത്, ഏതൊക്കെയാണ് ഓരോന്നിൻ്റെയും പ്രത്യേകമായിട്ട് കാണുന്നത് എന്നൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഇപ്പോൾ ഈ ഭാഗത്ത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഒരു യൂകാരിയോട്ടിക് സെല്ലിൻ്റെ സെൽ മെമ്മറൈനെ കുറിച്ച്, പ്ലാന്റ്സിൽ കാണുന്ന സെൽ വാളിനെ കുറിച്ച്, എൻഡോമെമ്മറൈൻ സിസ്റ്റത്തെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഇവയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓരോ ഭാഗത്തിൻ്റെയും ഫംഗ്ഷനെക്കുറിച്ചും സ്ട്രക്ചറിനെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാനും ശ്രമിക്കുക. താങ്ക് യു.